പറയപ്പെടുന്ന ഭാരതത്തിന്റെ സനാതന ധർമ്മം എന്ന് നമ്മൾ പറയുന്നത്, നീ അടുത്ത കാലത്ത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമുക്ക് ഏവർക്കും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യം, സനാതന ധർമ്മത്തെ തകർക്കുക എന്ന ഒരു പ്രസ്താവനയുണ്ട്. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം ശാശ്വതമായിട്ടുള്ളത് എന്നാണ്. തുടക്കവും ഒടുക്കവും ഇല്ലാത്തത് ഈ പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികളെയാണ്. ആ പ്രപഞ്ചത്തിന്റെ പ്രാപഞ്ചികമായ പ്രാകൃതികമായ പ്രകൃതിയുടേതായ താളത്തിനനുസൃതമായ ധർമ്മം എന്താണ്? അതാണ് സനാതന ധർമ്മം. ആ പ്രാപഞ്ചിക ധർമ്മം എന്ന് പറയുന്നത് സകല ജീവജാലങ്ങളും നിലനിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ഉദാഹരണത്തിന് ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ ഒരു അർദ്ധസൂക്തമുള്ളത് ശംനോഭവ ദിവദേശം ചതുഷ്പദേ എന്നാണ്. ഇരുകാലികൾക്കും നാൽക്കാലികൾക്കും സുഖമുണ്ടാവട്ടെ എന്നാണ്. ലോകത്തിലെ ഒരു ഗ്രന്ഥത്തിലും നമുക്കത് ഋഗ്വേദത്തിലല്ലാതെ കാണാൻ സാധിക്കും. ഉപനിഷത്തുകളുടെ ശാന്തി മന്ത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. പല ഉപനിഷത്തുകളിലും 3-4 വിധത്തിലുള്ള ശാന്തി മന്ത്രങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതിൽ സർവേ ഭവന്തു സുഖിനഃ എന്ന് തുടങ്ങും. എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ. ഏതെങ്കിലും ഒരു മതത്തെ കുറിച്ചല്ല പറയുന്നത് വേദങ്ങൾ. സർവേ സന്തു നിരാമയ ദുഃഖമുണ്ടാവരുത്. ആർക്കും നിരാമയരായിരിക്കണം, സന്തുഷ്ടരായിരിക്കണം എല്ലാവരും. അത് ഈ ഭാരതത്തിലെ ജനത മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ വർഗത്തിലോ പെട്ട ആളുകളെ കുറിച്ച് മാത്രമല്ല. സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാം സർവവും ഭദ്രമായിട്ട് കാണപ്പെടട്ടെ, എല്ലാം നന്നായിട്ട് നിലനിൽക്കട്ടെ, നന്മ നിലനിൽക്കട്ടെ. മാ കശ്ചിത് ദുഃഖഭാഗ്ഭവേ, യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാവരുതേ. ഈ പ്രാർത്ഥന ഏതെങ്കിലും മതത്തിന് വിരുദ്ധമാണ്, ഏതെങ്കിലും ജാതിക്ക് വിരുദ്ധമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംസ്കൃതികളിൽ, പ്രത്യേകിച്ച് അർണോൾഡ് ടോയിൻബിയെ പോലെയുള്ള ചരിത്ര പണ്ഡിതന്മാര്, അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം നമ്മൾ പഠിച്ചാൽ, ദി സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം 10 വോളിയങ്ങളിലാണ്. അതിൽ അദ്ദേഹം പറയുന്നത് 24 സംസ്കാരങ്ങളെ കുറിച്ചാണ്. ആ 24 സംസ്കാരങ്ങളിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, അസറ്റസ്, മാഗാസ്, ഇൻകാസ് എന്നിങ്ങനെ റോമൻ സംസ്കാരവും എല്ലാം ഉൾപ്പെടുകയാണ്. പക്ഷെ അതെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി പോയി. ഇന്ന് ആ സംസ്കാരങ്ങളൊന്നുമില്ല. ഭാരതത്തിന്റെ സംസ്കൃതിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇത് നശിക്കുന്നില്ല, അത് നശിക്കുകയുമില്ല എന്നാണ്. അദ്ദേഹം ഹിന്ദു ഐക്യവേദിക്കാരനായിരുന്നില്ല, ഭാരതീയനുമായിരുന്നില്ല, ഞാൻ ഹിന്ദുവാണെന്ന് അഭിമാനിച്ചിരുന്ന ആളുമായിരുന്നു. ആ ഗ്രന്ഥം സ്റ്റഡി ഓഫ് ഹിസ്റ്ററി നമ്മളെല്ലാവരും വായിച്ചു. അതേപോലെ ഇംഗ്ലീഷുകാരനായിരുന്ന ജോണസ് സ്പാർക്ക് എന്ന് പറയുന്ന അദ്ദേഹം, മറ്റൊരാൾ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ വളരെ ദീർഘമാണ്. ദി റൈസ് ആൻഡ് ഫാൾ ഓഫ് ദി പീപ്പിൾ ആൻഡ് ദി നേഷൻ ഫോർ 4000 years. 4000 വർഷത്തെ ജനസാമാന്യത്തിന്റെ സാംസ്കാരികമായ വളർച്ചയും തളർച്ചയും പഠിക്കുകയാണ്. അദ്ദേഹം ചിത്രമായിട്ടാണത് ആലേഖനം ചെയ്തിട്ടുള്ളത്. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ഒക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ചിത്രതരമായിട്ട് അവതരിപ്പിച്ചു, ചിത്രം വരച്ചു. അദ്ദേഹം പറയുന്നത് ഇത്രയും ഉദാത്തമായ ഒരു സംസ്കാരത്തെ ലോകത്തെവിടെയും കാണാൻ സാധിക്കില്ല. സനാതനധർമ്മം മ്ലേച്ഛമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ നാട്ടിലെ ആളുകളുണ്ട്. ചില ആളുകൾ, ഞങ്ങളാണ് ദേശീയതയുടെ വക്താക്കളും, ഞങ്ങളാണ് രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നത്, ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ പാരമ്പര്യമാണ്, ഞങ്ങളെല്ലാം ഗാന്ധിയന്മാരാണ് എന്ന് പറയുന്നവർ 2 പുസ്തകങ്ങൾ വായിക്കണം. ഏറ്റവും കുറഞ്ഞത് 2-3 പുസ്തകങ്ങൾ വായിക്കണം. വായിച്ചിട്ട് വരണം. ഒന്ന് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയാണ്, വിശ്വചരിത്ര അവലോകനം.
അത് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. അതേപോലെ എറ്റേണൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഒരു ഗ്രന്ഥമുണ്ട്. ആ എറ്റേണൽ ഇന്ത്യയിൽ ഭാരതത്തിന്റെ അനശ്വരതയെക്കുറിച്ച് പെരീനിയൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ഭാരതത്തിന്റെ വൈദികമായിട്ടുള്ള സംസ്കൃതി നിലനിൽക്കുന്നിടത്തോളം കാലം ലോകത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാവും എന്ന് ഉറപ്പിക്കുകയാണ് ഇന്ദിരാഗാന്ധി. പക്ഷെ അവര് പോലും ഈ ഭാരതത്തിന്റെ സംസ്കാരത്തെ തകർക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടത്തി. എന്തിനാ? 1818 അങ്ങ് ട്രിയർ ഗ്രാമത്തിൽ ജനിച്ച കാർൽ മാർക്സ് എന്ന് പറയുന്ന ഒരു മഹാനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ നമ്മൾ മറക്കാതിരിക്കുക. അദ്ദേഹം എഴുതിയിട്ടുള്ള മോസ്കോ പബ്ലിഷിംഗ് ഹൗസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്, ഫോറിൻ ലാംഗ്വേജ് പബ്ലിഷിംഗ് ഹൗസ്. അത് ഭാരതത്തിന്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് വാർ ഓഫ് 1857 അതാണ് അതിലെ കാര്യങ്ങൾ. അതിൽ മാർക്സ് പറയുകയാണ്, ഭാരതത്തിനൊരു സംസ്കാരധാരയുണ്ട്. ഏറ്റവും താഴേക്കിടയിലുള്ള ജാട്ടുവർഗങ്ങളിൽ പോലുമുള്ള അവരുടെ ഈ സംസ്കാരം എന്ന് പറയുന്നത് നിലനിൽക്കുന്നിടത്തോളം കാലം ഭാരതത്തെ അടിമ രാഷ്ട്രമാക്കി വെക്കാൻ സാധിക്കില്ല. മാർക്സിന്റെ വാക്കുകളാണ്. പുസ്തകം എവിടെയും കിട്ടുമോ എന്നുള്ളത് അന്വേഷിക്കുക. അല്ലെ ഹിന്ദു ഐക്യവേദിക്കാരോട് ചോദിച്ചാൽ അത് ഞങ്ങൾ തരാം, വായിക്കാം, പഠിക്കാം. ബുദ്ധിജീവികൾ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, ഷർട്ടൊക്കെ കീറിയ സഞ്ചിയും പൂച്ചാൻ താടിയും ഒക്കെ വെച്ച് നടക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും. കുളിക്കാനും പല്ല് തേക്കാനൊന്നും സമയം കിട്ടാതെ ലോകത്തിലുള്ള സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാവും. സംഘടിച്ചുകൊണ്ടിരിക്കുക എല്ലാ സ്ഥലത്തും. അവർക്കെതിരെ നിങ്ങൾക്കെതിരെ സംഘടിച്ചുകൊണ്ടിരിക്കുക നാട്ടുകാർ. അപ്പൊ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല. ആ മാർക്സ് പറയുകയാണ്, ഇനി വരുന്ന 50 വർഷത്തിനുള്ളിൽ കാണാം ആ സംസ്കാരമുള്ളവരുടെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന ബ്രിട്ടീഷുകാരന്റെ മുഖം തട്ടിപ്പറിച്ചുകൊണ്ട് അവർ സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കുന്നു. ഭാരതം കുതിച്ചു. മാർക്സിന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. മാർക്സിസ്റ്റുകാരന് വീക്ഷണമുണ്ടോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. ആ കാറൽ മാർക്സിനെയും ഇന്ദിരാഗാന്ധിയെയും നെഹ്റുവിനെയും തുടങ്ങി ജോണസ് പാർക്ക് മുതൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ മഹത്വം മനസ്സിലാവും. ഈ സത്യത്തിനെയാണ്, ഈ ധർമ്മത്തിനെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇത് നിലനിൽക്കണമോ എന്നറിയണമെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ വായിച്ചു. ഭാരതീയ ജനതാ പാർട്ടിക്കാരനോ ഹിന്ദു ഐക്യവേദിക്കാരനോ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരോ അടിച്ചിറക്കി പഠിച്ചു. എന്നിട്ട് നേരത്തെ സാറൂടെ പരാമർശിച്ചു, 89-ലും 91-ലും 93-ലും ഒക്കെ ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള വിധിന്യായങ്ങളുണ്ട് ഹിന്ദുത്വം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കൃതി ഹിന്ദുത്വമാണ്. പക്ഷെ സമീപകാലങ്ങളിലായിട്ട് അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഹിന്ദുത്വം എന്ന് പറയുന്നത് ലോകം മുഴുവൻ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. പതഞ്ജലിയുടെ യോഗശാസ്ത്രം അറിയാത്ത രാഷ്ട്രങ്ങളില്ല ഇന്നും. ഇവിടെ നടക്കുന്ന ഞാൻ പറഞ്ഞ ബുദ്ധിജീവികൾ മാത്രമേ സൂര്യ നമസ്കാരം ചെയ്താൽ വർഗീയതയാവൂ എന്ന് പഠിപ്പിക്കുന്നുള്ളൂ. സൂര്യൻ ഏത് വർഗത്തിൽപ്പെട്ടതാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ സൂര്യ നമസ്കാരം ചെയ്താൽ അത് വർഗീയതയാണ്, യോഗാസനം ചെയ്താൽ അത് വർഗീയതയാണ്, സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലിയാൽ വർഗീയതയാണ്, ഭഗവത്ഗീത വർഗീയതയാണ്, രാമായണം വർഗീയതയാണ്. രാമായണം കത്തിക്കണമെന്ന് കടലിലൊഴുക്കണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽപ്പെട്ടിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പാവം ഇപ്പൊ ഇല്ല. അവര് വളരെ പുരോഗമനമായിട്ട് ചിന്തിക്കുകയും 80കളിൽ രാമായണം കടലിലൊഴുക്കണം, മനുസ്മൃതി കത്തിക്കണം എന്നൊക്കെ പറഞ്ഞാണ്. ഒടുവിലവര് ചക്കുളത്തുകാവിൽ അമ്മയുടെ അടുത്ത് വന്നിട്ട് തൂക്കമൊക്കെ നടത്തിയിട്ടാണ് തിരിച്ചു പോയത്, നാരീപൂജ നടത്തിയിട്ടാണ് തിരിച്ചു പോയത്. കാരണം നമ്മുടെ ഇടയിലുള്ള ആളുകൾ തന്നെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നും അവളെപ്പോഴും അടിമയായി നിൽക്കുന്നത് ഈ ലോക സോഷ്യലിസത്തിന്റെ വക്തൃത്വങ്ങൾക്ക് ഇടയിലാണ് എന്നും വ്യക്തമായിട്ട് അവർ പറയേണ്ടി വരും.
എന്നും പലരും പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ രാമായണ മാസത്തിലാണ് നമ്മുടെ മുൻ മന്ത്രിയായിട്ടുള്ള ഒരു മാന്യദേഹം പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും രാമായണം വായിക്കണോ. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, രാമായണം വായിക്കണം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്ന ഗ്രന്ഥമാണ്. ആ ഭൂതത്തെ വിഭാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസം ലോകത്തിൽ വന്നത്. പക്ഷെ ആ കമ്മ്യൂണിസത്തിനേക്കാളും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെക്കാളും ഡാഷ് ക്യാപിറ്റലിനേക്കാളും നിങ്ങൾ രാമായണം വായിക്കണമെന്ന് പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു മുൻമന്ത്രിയാണ്. എവിടെയാണ് നിൽക്കുന്നത്? ഒരു കാലത്ത് ഇവിടേക്ക് വെട്ടുകളികളെ പോലെ കടന്നു വന്ന, മതങ്ങളുടെ പേരിൽ കടന്നു വന്ന, എന്നാൽ മതത്തിനു വേണ്ടിയിട്ടല്ലാതെ സ്വാർത്ഥമായ അധികാരത്തിന്റെ ചെങ്കോലിനും കിരീടത്തിനും അപ്രാസനത്തിനും വേണ്ടിയിട്ട് കടന്നു വന്നിരുന്ന ആളുകളുണ്ടായിരുന്നു. മുഹമ്മദ് ബിൻ ഖാസിം മുതൽ AD 712 മുതൽ തുഗ്ലക് വംശമെന്നും ലോധി വംശമെന്നും അടിമ വംശമെന്നും തുടങ്ങിയിട്ട് ധാരാളം ആളുകൾ. ഇവരൊക്കെ കടന്നു വന്നിട്ട് ഈ ഭാരതത്തെ ഭരിച്ചിട്ട് ഏതാണ്ട് 1526 സമയത്ത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പോലെയുള്ള മഹാക്ഷേത്രങ്ങൾ തകർത്ത് അവിടേക്ക് ഈ ഭാരതത്തിലെ ഹിന്ദുവിന് പ്രവേശിക്കണമെങ്കിൽ അധിക നികുതി കൊടുക്കേണ്ട ഗതികേടുണ്ടായി. ഈ ഭാരതത്തിൽ ജനിച്ച്, ഈ ഭാരതത്തിൽ വളർന്ന്, ഈ ഭാരതത്തിൽ മണ്ണടിഞ്ഞു പോകുന്ന ഹിന്ദു അവനിവിടെ ഹിന്ദുവായി ജീവിക്കണമെങ്കിൽ അധിക നികുതി കൊടുക്കണം. ജസിയ എന്ന് പറയുന്ന മതം സ്ഥാപിക്കപ്പെട്ടു. ഇസ്ലാം മതമല്ല. ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നത് ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളോട് ചോദിച്ചാൽ അറിയാം, ഇന്ന് ലോകത്തിലെ മതരാഷ്ട്രങ്ങൾ 27 നിലനിൽക്കുന്നതിൽ ഏറ്റവും ശാന്തം, സുഖമായിട്ട് ഇസ്ലാമും ക്രിസ്ത്യാനിയും ജൂതനും ജൈനനും പാഴ്സിയും സിഖുകാരനും ജീവിക്കുന്ന മണ്ണാണ് ഭാരതം. മറ്റു ലോകത്തിൽ എവിടെയാണ്? ഞങ്ങൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യം തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാനിലെ സ്ത്രീകൾ തെരുവിലിറങ്ങിയിട്ട് വസ്ത്രം വലിച്ചു കീറി കത്തിച്ചത്. അടുത്ത കാലത്ത് നടന്നതാണ്. കാരണം മതങ്ങൾ അള്ളിപ്പിടിച്ചിരിക്കുന്ന രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ ഒരു സെമിറ്റിക് മതമാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം ലെനിന്റെയും ചെസസ്ക്യൂവിന്റെയും ഹനോക്കറുടെയും കേണോക്കറുടെയും കാലഘട്ടങ്ങളിൽ, ഇന്ന് കിം ജോങ്ങിന്റെ കാലത്ത് പോലും ഒരു വാർത്ത പോലും പുറത്തു വരാതെ അവിടെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലോ നശിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കായിട്ടുള്ള ആളുകളുടെ ചരിത്രം നാളെ ലോകം തിരിച്ചറിയും. മലയാളത്തിലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് ഒരു 20 വർഷം മുൻപ്, ഞാനിത് പറയുന്നതൊക്കെ ഒതന്റിക്കാണ്, വസ്തുനിഷ്ഠമാണ്, പ്രൂഫാണ്. ഇന്നത്തെ കാലത്ത് വെറുതെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ഇങ്ങനെയൊരു സാധനമുണ്ട്. ഹിന്ദുഐക്യവേദിക്കാരൻ അതിനെ പേടിയില്ല. കാരണം കളവ് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങൂല്ലേ. ഞാനത് കേട്ടില്ലല്ലോ, ഞാനത് കണ്ടില്ലല്ലോ, ഞാൻ ആലോചിച്ച് നോക്കട്ടെ, എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നൊന്നും പറയുന്ന പരിപാടി നമുക്കില്ല. ശ്രദ്ധിച്ചോളുക. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 20 വർഷം മുൻപ് വന്നത് ഇന്നും ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. കംബോഡിയയിലെ ഏകാധിപതിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് ചക്രവർത്തി, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കാത്ത ആളുകളെ മുഴുവൻ കൊന്നിട്ട് അവരെ കുഴിമാടത്തിൽ നിന്ന് 5, 6, 10 മാസം കഴിഞ്ഞാൽ അവരുടെ തലയോടി എടുത്തിട്ട് ചിത്രം ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. ആ പോൾപോട്ടിനെ കുറിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നിരുന്നു. നമ്മൾ എത്ര പേര് വായിച്ചിട്ടുണ്ടാവണം? വായിക്കണം. ഇങ്ങനെ സ്റ്റാലിന്റെയും ലെനിന്റെയും കാലത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെയാണ് നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് കമ്മ്യൂണിസം നിലനിൽക്കുന്ന ചൈനയില് ഇസ്ലാം പ്രവശ്യകളില് മാതൃഭൂമി പത്രത്തിൽ വന്നതാ, ജന്മഭൂമിയിലല്ല, കേസരിയിലല്ല. ഇസ്ലാം പ്രവശ്യകളില് കമ്മ്യൂണിസ്റ്റുകാർ കടന്നു കയറിയിട്ട് അവിടെ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കാത്ത ഇസ്ലാമുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് പറയുന്നത് നിങ്ങളെ നല്ല വിദ്യാഭ്യാസം തരാൻ വേണ്ടി. എന്നിട്ട് അവിടെ നിന്ന് ഈ വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്ന സംഗതികൾ എന്താണെന്നറിയോ? ബ്ലാക്ക് ബോർഡും ചോക്കും ഒന്നുമല്ല. കുരുമുളക് സ്പ്രേ മുതൽ
തോക്കിന്റെ ബാനറ്റ് വരെയാണ്. അതാണ് അവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ ലോകത്തിൽ നിന്നില്ലാതാക്കിയാൽ, ഹിന്ദുവിനെ ലോകത്തിൽ നിന്നില്ലാതാക്കിയാൽ, ക്രിസ്ത്യാനിയെ ലോകത്തിൽ നിന്നില്ലാതാക്കിയാൽ സമത്വസുന്ദരമായ ലോകം വരും എന്ന് വിചാരിക്കുന്ന സെമിറ്റിക് റിലിജിയനാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസത്തിനെ പഠിക്ക്, ഡാസ് ക്യാപിറ്റലിൽ വെച്ച് പഠിക്ക്, സ്റ്റാലിന്റെ ചരിത്രം വായിക്ക്. ഇവിടെ ഏറ്റവും നല്ല എഴുത്തുകാരനായിട്ട് കേരളത്തിലുണ്ടായിരുന്ന OV വിജയൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ കോഴിക്കോട് നഗരത്തിലെ ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. രാജി വെച്ച് പോയതാണ് അദ്ദേഹം. എന്നിട്ട് ആ ഖസാക്കിന്റെ ഇതിഹാസവുമായിട്ട് തിരിച്ചു വന്നു. ആ ഖസാക്കിന്റെ ഇതിഹാസം എഴുതുന്നതിന് മുൻപ് വരെ വിജയൻ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു. ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖസാക്കിന്റെ ഇതിഹാസം അങ്ങോളം ഇങ്ങോളം ഒന്ന് കമ്പോട് കമ്പ് വായിച്ചാൽ മതി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ചുവന്ന കൊടി ഒരു മരത്തിന്റെ മുകളിൽ തൂങ്ങുന്നത് കാണുമ്പോൾ പറയാണ്, ഇത് കാണുമ്പോൾ ആ രവി എന്ന് പറയുന്ന ഏകാന്തപതികനായ ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകന് തോന്നുകയാണ്, ആർത്തവ രക്തം തുടച്ച പഴന്തുണി പോലെ. ഭാഷ മനസ്സിലാക്കി. ലോകത്ത് കമ്മ്യൂണിസത്തിന്റെ ഗതി എന്താണെന്ന് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ പറയുന്നു. അവരൊറ്റ കാരണം കൊണ്ടാണ് OV വിജയന് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടാതെ പോയത്. കേരളത്തിൽ എത്ര പേർക്ക് പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുന്നു? നമുക്ക് പുരസ്കാരം വേണ്ട, എഴുത്തച്ഛനില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഹിന്ദു ഐക്യവേദിക്കാർക്കും വേണ്ട. എഴുത്തച്ഛന്റെ പേരിൽ പുരസ്കാരം വാങ്ങിച്ചിട്ടുള്ള ആളുകളെ പഠിച്ചു നോക്കുന്നു. ഇവിടെ കപടമതേതരത്വം പ്രസംഗിച്ച് നടന്നിട്ടുള്ള, ഹിന്ദുവിനെയും രാമായണത്തിനെയും മഹാഭാരതത്തിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാത്രം എഴുതിയിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ എഴുത്തച്ഛന്റെ പേരിലുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതിൽപ്പെട്ട് പലരും എഴുത്തച്ഛനെ കുറിച്ച് പറഞ്ഞത്, പാടി നടന്നത്, എഴുത്തച്ഛൻ അച്ഛനില്ലാതെ ജനിച്ച ഒരുത്തനാണ്. പച്ച മലയാളത്തില് അച്ഛൻ എന്ന വാക്ക് മലയാളത്തിൻ്റെതല്ല, ഇത് പാലി ഭാഷയാണ്. മലയാളത്തില് അച്ഛൻ എന്നുള്ള വാക്കിന്റെ ശരിയായ പദം തന്ത എന്നാണ്. ഇതൊരു തെറ്റായ പദമൊന്നുമല്ല കേട്ടോ, തന്തയും തള്ളയുമാണ്. മറ്റ് അച്ഛൻ അമ്മ എന്ന് പറയുന്നത് പാലി ഭാഷയാണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മുടെ മാതൃഭാഷയുടെ പിതാവിനെ കുറിച്ച് ഇവിടെയുള്ള പുരോഗമന ചിന്തകന്മാര് പറഞ്ഞത് തന്തയില്ലാത്തവനാണ് എന്നാണ്. അങ്ങനെ പ്രസംഗിച്ച ആളുകൾക്കാണ് അനുമോദനങ്ങൾ കിട്ടിയിട്ടുള്ളത്. അക്കാലത്ത് അതിനെ പ്രതികരിക്കാൻ ഒരു കവി കേരളത്തിലുണ്ടായിരുന്നു, കോഴിക്കോടുണ്ടായിരുന്നു. കോഴിക്കോടിന് അങ്ങനെയുള്ള ചില ചരിത്ര പാരമ്പര്യമുണ്ട്, സാംസ്കാരിക പാരമ്പര്യമുണ്ട്, സാഹിത്യ പാരമ്പര്യമുണ്ട്. അവിടെ നല്ലൂരുകാരനായ NN കക്കാട് ഒരു കവിത എഴുതി, ചെറ്റകളുടെ വാട്ട് എന്ന് പറഞ്ഞിട്ട്. അധ്യാപകരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നത് നല്ലതാണ്. ചെറ്റകളല്ലോ നീയും ഞാനും. ഞാൻ പറഞ്ഞല്ല, കക്കാട് പറഞ്ഞ വരികരിയത്തിരി ഇത്തിരി പരദൂഷണ ലഹരിയിൽ നാണമുരിഞ്ഞൊന്ന് കുടിച്ചു കുളിക്കാം. നിന്റെ എന്റെയൊക്കെ സ്വഭാവം എന്താണെന്നറിയാം എഴുത്തുകാരാ, വേറും ചെറ്റത്തരമാണ്. ചെറ്റകളല്ലോ നീയും ഞാനും, വരികരിയത്തിരി ഇത്തിരി പരദൂഷണ ലഹരിയിൽ നാണമുരിഞ്ഞൊന്ന് തുടിച്ചു കുളിക്കാം. അന്ന് ഈ സച്ചിദാനന്ദനും ആനന്ദന്മാർക്കൊന്നും ഒന്നും മിണ്ടാണ്ടായിരുന്നില്ലേ? കാരണം പറഞ്ഞ പരമാർത്ഥമുണ്ടല്ലോ, കൊള്ളണ്ടെടുത്ത് വേണ്ടതുപോലെ കൊണ്ടു. ബ്രാബ്ഡിംഗ് നാഗിനെ കുറിച്ച് കവിത എഴുതിയ NN കക്കാട് കേരളത്തില് സഫലമീ യാത്ര എന്ന് പറഞ്ഞ അർദ്രമീ ധനുമാസരാവിലൊന്നില്ല അതിരവരും പോകുമല്ലേ സഖി, ഞാൻ ഈ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നെ അടിയത്തു തന്നെ നിൽക്കൂ, പഴം കൂടൊന്ന് ചുമക്കടി കിടറി വീഴാം എന്ന് പറഞ്ഞ് എന്റെ യാത്ര സഫലമാണെന്ന് പറഞ്ഞ് കടന്നുപോയപ്പോൾ ഇപ്പോഴും എന്തുകൊണ്ടായിരിക്കാം ആ കക്കാടിനെ ഒന്നും ആദരിക്കാൻ ആരുമില്ലാത്ത, എഴുത്തച്ഛനെ ആദരിക്കാൻ ആളില്ലാത്തത് മനസ്സിലാക്കുക. സനാതന ധർമ്മത്തിനു വേണ്ടി നിന്ന് ഒരാളെയും അംഗീകരിച്ചിട്ടില്ല. മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ ഗാനശാഖയിൽ പോലും ഈ സമീപകാലത്തായിട്ട് യൂസഫ് അലി കച്ചേരി ഉണ്ടായിരുന്നു. മലയാള സിനിമയിൽ ഏറ്റവും നല്ല ഗാനങ്ങൾ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ആളാണ് യൂസഫ് അലി കച്ചേരി. വേറെ ആളങ്ങനെ എഴുതിയിട്ടില്ല. ജാനകി ജാനേ, കഥന നിദാനം നാഹം ജാനേ, മോക്ഷ കവാടം ഞാഹം ജാനേ. യൂസഫ് അലി കച്ചേരി. ഇന്നലെ ഞാൻ കച്ചേരിപ്പുഴയുടെ തീരത്തൂടെ ഇങ്ങനെ കടന്നുപോയി ഒരു യാത്രയിൽ. അപ്പോൾ ഇങ്ങനെ അതിനെക്കുറിച്ചൊരു ചർച്ച വരികയും ചിന്തയൊക്കെ ഉണ്ട്. ഇതാണ് കച്ചേരിയുടെ പുഴ തൃശ്ശൂരിൽ. സർഗത്തിലെ വേറൊരു പാട്ടുണ്ടല്ലോ, കൃഷ്ണകൃപാസാഗരം. വേദം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിത വായിക്കുക, 1000 നാവുള്ള മൗനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതി ഒന്ന് പഠിക്കുക.
സനാതന ധർമ്മത്തെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിച്ചു തരും. അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? കാരണം ലോകത്തിന് ശാന്തിയും സമാധാനവും കൊടുക്കുകയല്ല ആഗ്രഹം. പറയും, നിങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മതത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് എന്ന് പറയപ്പെടുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ആരാധനാലയം ഉയർന്നു പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തുള്ളി രക്തം പോലും വീഴാതെ ഉയർന്നു പൊങ്ങിയിട്ടുള്ളത് എവിടെയാണ്? ഭാരതത്തിലെ അയോധ്യയിലല്ലാതെ. ഒരു തുള്ളി രക്തം വീണോ, അതാണ് വിപ്ലവം എന്ന് പറയുന്നത്. അല്ലാതെ കത്തിയും കൊമ്പും ഗ്രന്ഥങ്ങളും എടുത്തിട്ട് വാളെടുത്തിട്ട് ആ 16 വർഷം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച യേശുവിനെ നിഗ്രഹിച്ചതുപോലെ പ്രവാചകന്മാരെ പോലും നിഗ്രഹിക്കുന്ന പ്രവാചകൻ ശരിയാണ്, നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ ഈ ചെങ്ങന്നൂരിലെ മൗലവിയെ നിഗ്രഹിച്ചതുപോലെ നിഗ്രഹിക്കുന്നവരെ ആയിരുന്നില്ല ഭാരതം ഉയർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ആ സനാതന ധർമ്മം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അയോധ്യയിൽ ഒരു തുള്ളി രക്തവും വീഴാതിരുന്നത്. കണ്ടില്ലേ നമ്മള്, കേട്ടില്ലേ നമ്മള്, അറിഞ്ഞില്ലേ നമ്മള്, വായിച്ചില്ലേ നമ്മള്, ആസ്വദിച്ചോ നമ്മള്? UAE ഒരു മഹത്തായ ഹൈന്ദവ ക്ഷേത്രമുണ്ടായി. ആ ക്ഷേത്രം തിരികൊളുത്തി അവിടെ പ്രതിഷ്ഠ പ്രാണൻ കൊടുക്കുന്നത് ഈ ഭാരതത്തിലെ പൗരനാണ്, സനാതന ധർമ്മ പൗരനാണ്. അവിടെ പേരിന് പ്രാധാന്യമില്ല, സ്ഥാനത്തിന് പ്രാധാന്യമില്ല. അതുക അന്തിമ ലക്ഷ്യനഹീഹേ സിംഹാസന ചടുത്തേ ജാന. കുറെ കുടിച്ചു ഹിന്ദു, ഇനിയും മാറ്റാനുണ്ട്. അതാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. കാളകൂട് പഹലേ പില്ലേക, ആദ്യം ഞങ്ങൾ കാളകൂടം കുടിക്കും, ഞങ്ങളുടെ പാരമ്പര്യം അതാണ്. അമൃത് കിട്ടണമെങ്കിൽ ശിവൻ കാളകൂടം കുടിച്ചേ പറ്റൂ. ശിവരാത്രി വരാൻ പോവുകയാണ്. ഹിന്ദു പരമാവധി കാളകൂടം കുടിച്ചു. ഹിന്ദുവിന്റെ 100 കണക്കിന് ക്ഷേത്രങ്ങളെ തകർത്തു. മതപരിവർത്തനങ്ങളിലൂടെ ഹിന്ദുവിനെ ഇല്ലാതാക്കി, ഇന്നും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചറിയുന്നില്ല. 1 കെട്ടും 2 കെട്ടും EMSന്റെ മോളയും കെട്ടും എന്ന് പാടി നടന്ന തെരുവുകൾ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് 7ാം ക്ലാസ്സിലാണ്. കെട്ടിയില്ലേ? കിട്ടിയോ? ഹിന്ദുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ കുടുംബങ്ങളെ മതപരിവർത്തനം ചെയ്യുന്ന മതങ്ങൾ ന്യൂനപക്ഷമാണ് കേട്ടോ. ഒരു മതത്തിലെ എല്ലാവരും ഇല്ല. ഇപ്പോ വാങ്ങിവിളി കേട്ടില്ലേ നമ്മൾ? ആ അള്ളാവിലെത്തുമ്പോൾ മഗ്രിബ് കെട്ടും മശ്രിബ് കെട്ടും ഒന്നായി തീരുന്ന എല്ലാ റൂഹുകളും അവിടെ എത്തിച്ചേരുന്ന, അവിടെ കൽപ്പനകൾ കൊടുക്കുന്ന ഒരു സമയമുണ്ട് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഇസ്ലാമിനെ കുറിച്ചല്ല ഞാൻ പറയുന്നു. മറിച്ച് മതമൗലികവാദത്തിലൂടെ ലോകത്തിന് ശാന്തിയും സമാധാനവും കൊടുക്കാൻ ഈ മതത്തിനെ പറ്റൂ എന്ന് പറയുന്ന ഇസ്ലാം പറയട്ടെ, ഇന്ന് ലോകത്തിലെ ആ പറയപ്പെടുന്ന ഈ ഭീകര പ്രവർത്തനങ്ങളുള്ള ഇസ്ലാമിന്റെ ഏത് പ്രദേശങ്ങളിലാണ് ശാന്തിയും സമാധാനവും ഉള്ളത്? കമ്മ്യൂണിസം എത്ര വർഷമാണ് ഭരിച്ചിട്ടുള്ളത് പശ്ചിമ ബംഗാളില്? ആ കമ്മ്യൂണിസം കടന്നുപോയതിന്റെ ബാക്കി പത്രമായിട്ട് ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. ബംഗാളികൾ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇതൊക്കെ കേൾക്കാൻ. കാരണം മലയാളിക്ക് മനസ്സിലാവില്ലെങ്കിലും അവന് മനസ്സിലാവും. ഇന്ന് കേരളത്തിൽ മലയാളം നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു ബംഗാളികളാണ്. മലയാളി വേറെ ഓരോന്നാണല്ലോ. നമ്മുടെ മാന്യ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഇവിടെയുള്ള യുവാക്കന്മാരൊക്കെ വിദേശങ്ങളിലേക്ക് പോവുകയാണ്. അവർക്കറിയാം കേരളം എന്തായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 ആഴ്ച മുമ്പുള്ളൊരു വാർത്തയിലാണോ അദ്ദേഹം പറഞ്ഞത്? ഉന്നത വിദ്യാഭ്യാസത്തിന് പോവുകയല്ല, ജീവിക്കാൻ പോവാണ്. ജോലി വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല, പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ലേ? ആ ബംഗാളികളോട് ചോദിച്ചു നോക്കൂ, പശ്ചിമ ബംഗാളില് എന്താ സംഭവിച്ചത്? സാംസ്കാരിക സ്ഥാപനങ്ങളെ തകർത്തു, കമ്മ്യൂണിസത്തിന്റെ അധിനിവേശം. മതങ്ങളെ ഇല്ലാതാക്കി, ആരാധനകളെ നശിപ്പിച്ചു, ക്ലബുകളും വിദ്യാലയ സ്ഥാപനങ്ങൾ ഇല്ല, കുടുംബം നശിച്ചുപോയി. ആലോചിച്ച മക്കളെ, ഹിന്ദു ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും നിങ്ങളുടെ എല്ലാം ഞരമ്പിലൂടെയുള്ള കുടുംബ സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് നല്ല ഇസ്ലാം പ്രവാചക സമാനരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിരുന്നുണ്ട് അടുത്ത കാലത്ത്. നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് പുരോഗമനത്തിന്റെ പേരിൽ ഇന്ന് വിവാഹ സമ്പ്രദായങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക.
യുവാക്കന്മാരും യുവതികളുമെല്ലാം ലിവിങ് ടുഗദറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തിന്റെ ഉയർത്തെഴുന്നേൽപ്പെന്നറിയോ? വാലന്റൈൻസ് ഡേ അറിയോ? കോളേജിലും സ്കൂളിലൊക്കെ അധ്യാപകർ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്തെടുക്കുക. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. കടന്നുപോയി. സ്നേഹിതരുടെ ദിനം. ഇതാരാ ആഘോഷിക്കുന്നത് കൂടുതൽ എന്ന് ആലോചിക്കുക. എന്തിനാ ആഘോഷിക്കുന്നതെന്ന് ആലോചിക്കുക. സംസ്കാരം തകർക്കാൻ വേണ്ടി. ആ ഫെബ്രുവരി 14 ഈ ഭാരതത്തിലെ ദേശീയ ബോധമുള്ള പൗരന്മാരിൽപ്പെട്ട തീവ്ര ദേശീയവാദികളായ 2 ആളുകളെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ച ദിവസം. ആ 3 ആളുകളെ, ആ 3 ആളുകളുടെ പേര് ഇവിടെ വന്നിട്ട് ഏതെങ്കിലും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്താം. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റികൾ പിടിച്ചെടുക്കുന്നത് എന്തിനാണ്? സ്കൂളുകൾ പിടിച്ചെടുക്കുന്നത് എന്തിനാണ്? ഗണപതി ഹോമങ്ങൾ തകർക്കുന്നത് എന്തിനാണ്? ഒരൊറ്റ വിശ്വാസത്തിനെ മാത്രമേ തകർക്കേണ്ടതുള്ളൂ നമുക്ക്. ഹിന്ദു വിശ്വാസങ്ങളെ മാത്രം. കാരണം അതുള്ളിടത്തോളം കാലം ഇവിടെ അടിമത്തം ഉണ്ടാവില്ല എന്ന് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മറന്നുപോകരുത്. ഇന്ന് വാർത്തയിൽ കണ്ടത് പാനൂരിലൊരു സ്ഥലത്ത് 2 ആളുകളുടെ വീട്ടില് റീത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെന്നാണ്. വായിച്ചോ? സനാതന ധർമ്മത്തിനെതിരായിട്ട് കൈകോർത്തിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒന്നിച്ചു നിൽക്കാൻ പോകുന്ന ആളുകൾ ആലോചിച്ചോളൂ കേട്ടോ. നിങ്ങളെ വീട്ടിന്റെ മുമ്പിൽ റീത്ത് കൊണ്ടുവച്ചിട്ടുള്ളത്. കൂടെ നടന്ന് കൂടെ കിടന്ന് രാപ്പരി എറിഞ്ഞ് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് ജീവിച്ചവനെയാണ് 51 വെട്ടുവെട്ടിയിട്ട് ഇല്ലാതാക്കിയത്. ഇപ്പോഴൊന്ന് ലൈവായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്തിനാ കൂടെ നടന്നവനെ 51 വെട്ടുവെട്ടി ഇല്ലാതാക്കിയെന്നറിയോ? കണ്ണൂർ ജില്ലയിലെ കൊലപാതകങ്ങളുടെ ചരിത്രം മുഴുവനുള്ള തലയാണത്. അയാൾ നമ്മുടെ കൂട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് പുറത്തു വരും. ഇന്നല്ലെങ്കിൽ നാളെ അവനെ കൊന്നേ പറ്റുള്ളൂ. പഠിച്ചോ? വെട്ടാനും കൊല്ലാനും കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ളവര് നാളെ പണി തരും. പക്ഷെ ഹിന്ദു അത് ചെയ്തിരുന്നില്ല. ചെയ്യാത്തത് കൊണ്ടാണ് ലോകത്തെവിടെയും ശരണം കിട്ടാതിരുന്ന പല മതങ്ങളും ഭാരതത്തിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നത്. പക്ഷേ ആ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു മഹാക്ഷേത്രത്തിൽ പോയി. അവിടെ ഒരു പരിപാടിയുണ്ട്. പലയിടത്തും ഉണ്ടായിരുന്നു. നേരത്തെ പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ ഇല്ലാതെ ആയിട്ടുണ്ട്. പാൻറ് ഇട്ട് പോയി കഴിഞ്ഞാലും ചുരിദാർ ഇട്ട് പോയി കഴിഞ്ഞാലും ഒക്കെ അതിൻ്റെ മുകളിൽ മുണ്ട് കൊടുക്കണം. എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഹിന്ദുക്കൾ തിരിച്ചറിയേണ്ടതാണ്. ചിദാനന്ദപുരി സ്വാമി എനിക്ക് ചോദിച്ചിരുന്നു, ഈ ആണുങ്ങൾ ഷർട്ട് അയച്ചിട്ട് ക്ഷേത്രങ്ങളിലേക്ക് ആയിരുന്നു. അപ്പോ ചില പ്രഭാഷകന്മാർ പറയുക, ഈ ഷർട്ട് അയച്ചു കഴിഞ്ഞാൽ, ബനിയൻ അഴിച്ചു കഴിഞ്ഞാൽ ദേവതയുടെ ചൈതന്യം നേരെ അങ്ങോട്ട് നമ്മുടെ ആത്മാവിലേക്ക് കിട്ടും എന്നാണ്. അപ്പോൾ ഷർട്ടിനെ അതിജീവിച്ചിട്ട് ആത്മാവിലേക്ക് കയറാൻ പറ്റാത്ത ചൈതന്യമാണ് ഇത്. സമയം ചോദിച്ചാ ഇനിയിപ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ മൂടിയിരിക്കുന്ന തോലുണ്ടല്ലോ, ത്വക്ക്, അതിനെ തുറച്ച് കയറുമോ? ഇത് ദുരാചാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതോരോ കാലഘട്ടങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നടപ്പാക്കിയതാണ്. മനസ്സിലാവാഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഭൗതികവാദികൾ, ചില തെറ്റായ ആചാരങ്ങൾ പലയിടങ്ങളിലും നടപ്പായിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദുവിനെ അവഹേളിക്കാനായിരുന്നു ഇലന്തൂരില് കൃത്യമായിട്ടോ അയാളുടെ ചുമതലയൊക്കെ നമുക്കറിയുന്നതായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വേണ്ടപ്പെട്ട ആളൊക്കെ ആണ് അതിന് പിന്നിൽ നിന്നത്. 2 പാവപ്പെട്ട സ്ത്രീകളെ ബലി കൊടുത്തു. ഇന്നും ബലി കൊടുത്താൻ വേണ്ടിയിട്ടാണ് ഈ റീത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത് നടക്കുന്നതെന്ന് ആലോചിക്കുക. ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരിൽ നിന്ന് 5 കോടി രൂപയാണ് പൊതുഖജനാവിലേക്ക് മാറ്റിയത്. ഉടനെ കോടതി ഇടപെട്ടത് കൊണ്ട് തിരിച്ചു വന്നു. ഇസ്ലാമിന്റെ ക്രിസ്ത്യാനിയുടെ ഏറ്റാൻ പള്ളിയിലുള്ള 5 പൈസ കിട്ടുമോ? ചോദിച്ചു നോക്ക് നിങ്ങള്. അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് ഇവിടെ ഭാരതം ഭരിച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അടിയന്തരാവസ്ഥ അവരുടെ ഒരു സമ്മാനമായിരുന്നല്ലോ.
ജനാധിപത്യവും സോഷ്യലിസം ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് തന്ന സമ്മാനമാണ്. 18-19 മാസക്കാലം അടിയന്തരാവസ്ഥ. മിസ തടവുകാരായിട്ട് ആയിരക്കണക്കിന് ആളുകളെ പിടിച്ചു കെട്ടി കയ്യും കാലും കണ്ണും ഒക്കെ ഇടിച്ച് അടിച്ച് ഒടിച്ച് അനുഭവിച്ചവർ ഈ കൂടെ തന്നെ കേൾക്കുന്നുണ്ടാവും. ഇതാണ് ഈ എന്നിട്ടാണ് അവരുടെ അനുയായികളെന്ന് പറയുന്നത് ഭാരതത്തിന് സ്വാതന്ത്ര്യമില്ല. അന്ന് മൈക്ക് കേട്ടാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നോ? കൂടുതൽ അധ്വാനം, കുറച്ചു ശബ്ദം, അച്ചടക്കം രാജ്യത്തിന്റെ ഭാവിക്ക്, ഇന്നത്തെ പരിശ്രമം ഭാവിയിലെ സമൃദ്ധിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ 75 അന്ന് പുസ്തകത്തിന്റെ 2ാം പേജിൽ ഇത് അച്ചടിച്ച് കിട്ടിയിട്ടുണ്ട്. മിണ്ടിപ്പോരുന്നു അതിന്റെ അർത്ഥം. കൂടുതൽ അധ്വാനം, കുറച്ച് പണിയെടുത്തോളം മിണ്ടിപ്പോരുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? തച്ചടി പ്രഭാകരൻ എന്ന് പറയുന്ന ആളായിരുന്നു KPCCയുടെ പ്രസിഡന്റ്. അദ്ദേഹം ഓരോ പോലീസ് സ്റ്റേഷനിലും പോയിട്ട് SIയുടെയും CIയുടെയും ഒക്കെ ഫോൺ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് വിളിച്ചു ചോദിക്കും, മറ്റേ സ്റ്റേഷനിലേക്ക് എത്ര ആളുകളെ പിടിച്ചു, സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ട്, ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന എത്ര ആളുകളെ നിങ്ങൾ പിടിച്ച് കയ്യും കാലും കണ്ണും കുത്തി അടിച്ചു പൊട്ടിച്ചു. ഇതിനെതിരെ കണക്കെഴുതി വെക്കുക. ആ ധീരവനിതയെന്ന്, പ്രിയദർശിനി എന്നൊക്കെ നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന ആ സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അവരുടെ അംഗരക്ഷമാർ ബിയാന്ത് സിംഗും സത്വന്ത് സിംഗും രഘുബീർ സിംഗും തുടങ്ങിയിട്ടുള്ള ആളുകൾ വെടിവെച്ച് വീഴ്ത്തിയെന്ന പേരില് ജഗദീഷ് ടൈറ്റ്ലർ എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസ്സുകാരനായിരിക്കുന്ന അഖിലേന്ത്യാ നേതാവിന്റെ നേതൃത്വത്തില് ആയിരക്കണക്കിന് സിഖുകാരെ ചുട്ടുകൊന്നു കളഞ്ഞിട്ടുണ്ട്. പഞ്ചാബിൽ മാത്രമല്ല, ഡൽഹിയിൽ മാത്രമല്ല, എവിടെയാണ് സിഖുകാരുള്ളത് അവിടെയൊക്കെ കൊന്നു. ഇതൊക്കെയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഈ ഭാരതത്തിൽ എവിടെയാണുള്ളത് കലാപങ്ങളുള്ളത്? പക്ഷേ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. ഗുരുവായൂരിലും ശബരിമലയിലും വരുന്ന നടവരവുകള് അത് മാത്രം മതി കേരളത്തിന്റെ വറുതി മാറ്റാൻ. കഴിഞ്ഞ ദിവസം ഈ കുന്നമംഗലം പ്രദേശത്തുള്ള ഒരു പാവപ്പെട്ട ഒരു ഇസ്ലാം കുടുംബത്തിലെ ഒരു കുട്ടിയുടെ ഒരു വീഡിയോ മാതൃഭൂമി ചാനലിൽ കാണിച്ചിരുന്നു. ഒരു 4-5 ദിവസമായിട്ടില്ല. ഭിന്നശേഷിക്കാരനാ, 2 കൊല്ലമായിട്ട് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ഒന്നും കിട്ടുന്നില്ല. ആയിരക്കണക്കിന് ഭിന്നശേഷിക്കാര് ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നതൊന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് 2 ദിവസം മുമ്പ് ജനയുഗം എന്ന് പറയുന്ന ഒരു പത്രത്തില് ഒരു സംഗതി കണ്ടു. ആരെയും വായിക്കാറുണ്ട് പത്രം എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ജനയുഗം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ, കുട്ടികളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ജനയുഗം അങ്ങനെ ഒരു പത്രം ഉണ്ടോ കേരളത്തിൽ? ജനയുഗം എന്ന് പറയുന്ന പത്രത്തില് ശശികല ടീച്ചർ വരുന്നു. നമസ്കാരം ടീച്ചർ. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ, ഹിന്ദുവിൻ്റെ സമരഭൂമിയിലെ ഗർജിക്കുന്ന സിംഹം ശ്രീ ശശികല ടീച്ചർക്ക് ഹിന്ദു ഐക്യവേദിയുടെ സുസ്വാഗതം. താമരശ്ശേരി മണ്ണിലേക്ക് സുസ്വാഗതം. ജനയുഗം പറയുകയാണ്, ഫസ്റ്റ് പേജിലാട്ടോ. 4 ദിവസം മുമ്പാണ്. വർഷങ്ങളായ കാത്തിരിപ്പിന് ശേഷം ബിജുവിന് സ്വന്തം ഭൂമി കിട്ടി. ഈ കാത്തിരിക്കേണ്ടി വന്നത് ആരുടെ അടുത്ത് നിന്നാ? 56 മുതൽ കേരളം ഭരിച്ച ആളുകളെ നോക്കിയിട്ടാണ് നിൽക്കുന്നത് ഈ ബിജു. എന്നിട്ട് ബിജു ഇങ്ങനെ അതിന്റെ ആധാരമൊക്കെ പിടിച്ചുകൊണ്ട് നിന്നത് ഒരു പടം കൊടുത്തിരിക്കുന്നു. പാവം ബിജു. അതിനുവേണ്ടി എടുത്ത പടമായിരിക്കണം എന്നില്ല. 56 മുതൽ ഇങ്ങോളം ഭരിച്ചിട്ടുള്ള ആളുകൾ മാറി മാറി ഭരിച്ചപ്പോൾ ഇവിടെയുള്ള ആദിവാസികള്, കാസർഗോഡ് ആദിവാസികള് എന്താ അനുഭവിക്കുന്നത് എന്നുള്ളത് വനവാസി സഹോദരങ്ങൾ ഹിന്ദുവിലുള്ളവരാണ് മാട്ടോ, മനസ്സിലാക്കാം. ഹിന്ദുവിലുള്ള മാത്രം വനവാസി സഹോദരങ്ങള് 2018-ലും 2019-ലും പ്രളയത്തില്, അതിന് കോവിഡിന് ശേഷം ഒക്കെയായിട്ട് വീടില്ലാതെ, ജോലിയില്ലാതെ, വഴിയില്ലാതെ, വെള്ളമില്ലാതെ. ഞാൻ ഈ പറഞ്ഞൊന്ന് എടുത്തു നോക്കാം. 4 ദിവസമായിട്ടുള്ള ഈ വാർത്തകൾ വന്നിട്ട് അവര് ചോദിക്കുകയാണ്, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം നിങ്ങൾ വോട്ട് ചോദിച്ചു വരികയാണ്. വിദ്യാഭ്യാസമില്ല. അടുത്ത ദിവസം, കഴിഞ്ഞ ഒരു മാസം മുമ്പാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറച്ചുകൂടി ഉയർത്തണമെന്ന്. 2 ഇഷ്ടിക മേടിച്ചിട്ട് അടിയിൽ വെച്ചാൽ മതി, ഉയർന്നോളൂ. അതിന്റെ മുമ്പ് നമ്മുടെ നേതാവ് പറഞ്ഞിരുന്നല്ലോ, 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ ആൾക്കും സ്വന്തം പേരെഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ. കുട്ടികളെ കഥയാ പറഞ്ഞ, അധ്യാപകരുടെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് അറിയില്ലേ. ദേശീയാനം നേരെ ചൊവ്വേ ചൊല്ലാൻ 52 സെക്കൻഡ് കൊണ്ട് പറ്റുന്ന അധ്യാപകർ വിരളമാണെന്ന് നമ്മുടെ നാട്ടില്. അതാ നമ്മുടെ വിദ്യാഭ്യാസം.
ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ നിങ്ങൾ. അതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ അങ്കികളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. 10-12 വർഷം മുൻപ് മാധ്യമങ്ങളിൽ വന്നിരുന്നു, ചാനലുകളിൽ വന്നിരുന്നു. വയനാട്ടിലും അട്ടപ്പാടിയിലും ഒക്കെ തുടങ്ങിയിട്ടുള്ള വനപ്രദേശങ്ങളിലെ വനവാസി സഹോദരങ്ങളില് മന്ദിരോഗ നിവാരണത്തിനെന്ന് പറഞ്ഞുകൊണ്ട് വിതരണം ചെയ്തിരുന്ന ഗുളികകളും മരുന്നുകളും യഥാർത്ഥത്തിൽ മന്ദിരോഗത്തിനായിരുന്നില്ല, അവർക്ക് മക്കളില്ലാതായി പോകാൻ വേണ്ടിയിട്ടാണ്. വെല്ലുവിളിക്കാം അന്നത്തെ സർക്കാരിനെയും. അന്ന് ഉമ്മൻചാണ്ടി സാറാണ് ഇവിടുത്തെ സർക്കാർ. മന്ദിരോഗത്തിന്റെ പേര് പറഞ്ഞിട്ട് ഹിന്ദുവിനെ ഇല്ലാതാക്കുക, ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു, മതപരിവർത്തനങ്ങൾ നടക്കുന്നു, സനാതനധർമ്മം വെല്ലുവിളി നേരിടുന്നു, ഹിന്ദുവിനെ അരികൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അപ്പോഴും ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത്, ഭാരതത്തില് കേരളത്തില് ഹിന്ദു സംഘടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കുറെ കാലങ്ങളായിട്ട്. ശ്രദ്ധിച്ചാൽ മാത്രം മതി. മാറ്റത്തിന്റെ കാറ്റെല്ലായിടത്തും വന്നിട്ടുണ്ട്, അതനുഭവിച്ചു കൊണ്ടിരിക്കുക. അതിന്റെ ചെറിയ ഉദാഹരണമാണ്, ഞങ്ങളൊക്കെ ശിലാപൂജയ്ക്ക് ശിലയുമായിട്ട് നടന്നപ്പോഴും ശേഷം കർഷകരെ കുറിതൊട്ട് ആനയിച്ച് അവരെ യാത്രയാക്കിയപ്പോഴുമൊക്കെ കണ്ണിൽ നിന്നിറ്റി വീണിട്ടുള്ള ആ കണ്ണീരിന്റെ, അമ്മമാരുടെ കണ്ണീരിന്റെ ഫലം ഇന്ന് ഭാരതം അനുഭവിക്കുന്നു. അത് ഹിന്ദുവിലൂടെയുള്ള നേട്ടമാണ് ഭാരതത്തിന്, ലോകത്തിന്. 57 രാഷ്ട്രങ്ങളിൽ നിന്നാണ് ഉന്നതന്മാർ അവിടെ എത്തിച്ചേർന്നത്. ഇന്ന് ലോകത്തിന് ശാന്തിയും സമാധാനവും കൊടുക്കാൻ കൃഷ്ണഗീതവും പാടിക്കൊണ്ട് അമൃതാനന്ദമായി ലോകം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടല്ല, ആരെയും മതം മാറ്റണ്ട, ഞങ്ങൾക്ക് മതം ഇല്ല. നാരായണ ഗുരുദേവരതാ പറഞ്ഞത്. അതേപോലെ തന്നെയായിരുന്നു മാറാടും. ഇന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ മാറാട് കലാപത്തിന് പ്രതിപ്രവർത്തനമായിട്ട് എന്തൊക്കെ ചെയ്യാമായിരുന്നു കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ. പക്ഷേ ഹിന്ദു ചെയ്തില്ല, ചെയ്യില്ല, ഓർമ്മിപ്പിക്കുക മാത്രമാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ മാന്യ അധ്യക്ഷൻ, ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ട് കുരിശ് കൃഷി മുതല് അഗ്നിബാധ വരെ അങ്ങോളം ഇങ്ങോളം നടത്തി. പക്ഷെ അതെല്ലാം മനോഹരമായിട്ട് കുമ്മനം രാജേട്ടനെയും ശശികല ടീച്ചറെയും ഹരിദാസ് ചേട്ടനെയും പോലെയുള്ള ആളുകളൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇന്നത്തെ ആ പ്രസ്ഥാനം കൊണ്ട് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നു. ഇത് സൂചിപ്പിക്കാൻ കാരണം, ഹിന്ദു ഐക്യവേദി പറയുന്നത് എല്ലാ മതങ്ങളും, എല്ലാ ജാതികളും, എല്ലാ വർഗങ്ങളും, എല്ലാ രാഷ്ട്രീയക്കാരും ശ്രദ്ധിക്കുക. സത്യസന്ധമായിട്ട് ഈ ഭാരതത്തിന്റെ തനിമയെ, സനാതന ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സംഘടനയുടെ ഈ സായന്തനത്തിലെ കൂട്ടായ്മയിലേക്ക് എന്റെ വ്യക്തിപരമായ ഭാഷയിൽ സംഘടനാത്മകമായിട്ടും ശശികല ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷന് മാറിക്കൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.